ഗൈസ്, ഈ ഒരു സി സി എ ബി എം ഡബ്ല്യുവിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ 3 കാർ മേടിക്കാൻ പറ്റും. സോ ഇത് ഒഫീഷ്യലി സി സി എയുടെ കാറാണ്. ഇത് ബ്രാൻഡഡ് അല്ലാത്ത ഒരു കാറാണ്. സോ നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കാർസും ആക്ച്വലി മെറ്റലാണ്, ഫുള്ളി മെറ്റലാണ്. അതേപോലെ തന്നെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ടയർസിൻ്റെ ഭാഗമായാലും റിംസ്, അതേപോലെ തന്നെ ഡോർ ഓപ്പൺ ടൈപ്പാണ്. നമ്മൾ ആ കാറിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിലും ലൈക്ക് സ്റ്റിയറിങ്, സീറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒരു കൊടുത്തിട്ടുണ്ട്. ഈവൻ അണ്ടറിൽ പോലും നമുക്ക് എക്സോസ്റ്റിന് പൈപ്പിൻ്റെ ഡിസൈൻ നമ്മൾ ഹോട്ട് വീൽസിലൊക്കെ കാണുന്ന പോലത്തെ ഡീറ്റെയിലിങ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് അവർ പ്രൈസ് കൂട്ടിയതിൻ്റെ ഉള്ള റീസൺ ഞാൻ പറയാം. സോ ഈ സാധനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ എല്ലാവരുടെയും മെൻഷൻ ചെയ്യണം, ബി എം ഡബ്ല്യു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കാറിൽ. പക്ഷെ നമ്മൾ ആ വണ്ടി നോക്കുകയാണെങ്കിൽ അതിൽ മെഴ്സിഡീസ് എന്ന് എവിടെ ഒരു മെൻഷൻ ചെയ്യില്ല. കാരണം ഇത് ഒഫീഷ്യലി ലൈസൻസ് ഉള്ള വണ്ടിയാണ്. ബി എം ഡബ്ല്യു എടുത്തുന്നവർ ലൈസൻസ് എടുത്ത കാരണമാണ്. നമ്മൾ ഈ കാറിൽ നോക്കിയാലടക്കം നിങ്ങൾക്ക് ഇവിടെ കാണുന്നറിയില്ല, ചെറുതായിട്ട് ബി എം ഡബ്ല്യുയുടെ ലോഗോ ഇവിടെ ഉണ്ടാവും. സോ ഇത് ലൈസൻസ്ഡ് മോഡലാണ്, അത് ഇൻസ്പയർഡ് മോഡലാണ്. സോ ലൈസൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസും കൂടുതലാണ്. ഈ കാറും നിങ്ങൾക്ക് ബോക്സിലാണ് വരിക. പക്ഷെ നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്താൽ ഇവിടെ എവിടെയും മെഴ്സിഡീസ് GT3 അങ്ങനെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ ഈ കാർസിൽ നമ്മളത് ഈ ബ്ലൂ കളർ, ഈ ഒറ്റ കളർ ഒരെണ്ണേ ഉള്ളൂ, സിംഗിൾ പീസാണിത്. നമുക്ക് ഈ 2 കളേഴ്സും കുറച്ചധികം ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് റയറാണ്. ഈ കളറും ഈ കാറും ഈ പ്രൈസിന് റയറാണ്. സോ നിങ്ങൾ മേടിക്കാൻ വേണമെങ്കിൽ പെട്ടെന്ന് മേടിച്ചോ, പെട്ടെന്ന് ഈ സാധനം സ്റ്റോക്ക് ഔട്ട് ആവും.